കൊല്ലം ചെമ്മാമുക്കിൽ നട റോഡിൽ 44 വയസ്സുകാരിയായ അനിലയെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തുന്നതിന് ദൃക്സാക്ഷികളായ രണ്ടുപേർ അനന്തവും മനുവും എന്നോടൊപ്പം ചേരുന്നു. നിങ്ങളെ എപ്പോഴാണ് ഈ സംഭവം? നിങ്ങൾ ആ സമയത്ത് ഇവിടെ നിൽക്കുന്നത് 8:30 തൊട്ട് ഞങ്ങൾ ഇവിടെ ഈ കുറ്റിയെടുത്ത് നിന്നത്. ഇത് രാവിലത്തെ ജോലിയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നോണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഈ ആദ്യമേ ഓൾട്ടോ അവിടെ നിന്ന് കയറി വന്ന് ആ ഓൾട്ടോയെ നേരെ കൊണ്ടുവന്ന് ഈ ഒമനി വേഗം കൊണ്ടുവന്ന് ലെഫ്റ്റ് സൈഡ് കൊണ്ട് ഇടിച്ച് ലെഫ്റ്റിലോട്ടും കയറ്റി ചെയ്ത് പോകാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ട് ഇടിച്ചാൽ കയറ്റിയിട്ട് എന്തോ ഒരു സാധനം ഇയാള് അകത്തോട്ട് എറിഞ്ഞ് അപ്പോഴെന്നെ കത്തി സംഭവം വണ്ടി. പെട്രോൾ ബോട്ടിലായിരുന്നു അതോ? ബോട്ടിലല്ല പേപ്പറാണ് എടുത്തെറിഞ്ഞത്. അത് എന്തോ ഒരു സാധനം എടുത്തെറിഞ്ഞ് അത് മാത്രം ഓർമ്മ ഞങ്ങൾ കണ്ട്. അപ്പോഴത്തേക്കും വണ്ടിയും കത്തി. പെട്രോൾ ഒഴുക്കിയല്ലായിരുന്നോ? പേപ്പർ എന്തോ ഒരു സാധനം ഇട്ടതാ. ഇട്ട സ്പോട്ടിൽ തന്നെ പൊട്ടി വണ്ടി കത്തി. വലിയൊരു തീകോളമായി. അതിനകത്തും ഈ ഒമിനിക്കകത്ത് ഒരേ കണക്കാണ് തീ കയറിയത്. ഇതിനകത്ത് എണ്ണ ഇരുന്നോണ്ട് മനസ്സിലായി അതും കത്തി. ആ വണ്ടിക്കകത്തുള്ള തീ ഇങ്ങോട്ടും കയറി. ഇയാള് ഈ കാരണം ഈ പ്രതി എന്ന് പറഞ്ഞ ആള് ഇതിനകത്ത് ഇറങ്ങി ഈ ഡോറ് ഇറങ്ങി നേരെ ഓടിയത് അങ്ങോട്ട് ഓടി. അയാളെ പിടിച്ചു നിർത്താനൊന്നും നോക്കിയില്ല. അയാൾ തന്നെ അങ്ങോട്ട് ഓടി. പിന്നെ ആ ഓട്ടോയ്ക്കകത്തിരുന്ന ആള് ഒരു പയ്യനാ നമ്മളെ കണ്ടത്. ആ രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ പയ്യനായിട്ട് നമുക്ക് തോന്നിയത്. അവിടെ അയാൾ അവിടുന്ന് കുറച്ച് ഇത്രയും ഭാഗം കത്തി അയാൾ അങ്ങോട്ട് ഓടുകയും ചെയ്തു. ഈ സെന്ററിൽ ഇതിനകത്തായോണ്ട് അവർക്ക് ഇറങ്ങി ഓടാൻ പറ്റില്ല. ഇത് മാത്രമല്ല അവർക്ക് സീറ്റ് ബെൽറ്റും ഉണ്ടായിരുന്നു. ആദ്യമേ ഒരു ട്രിപ്പ് ഞങ്ങൾ ഓടി വന്ന് അടുത്ത് വന്നപ്പോഴത്തേക്ക് തന്നെ ഭയങ്കരമായിട്ട് കത്തി വന്നിട്ട് അടുത്തോട്ട് പോകാൻ വയ്യ. അതുപോലെ വണ്ടി ഫസ്റ്റ് ടൈം ഒന്ന് പൊട്ടിത്തെറിച്ചായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ട്രിപ്പും ഇതാണെങ്കിൽ പൊട്ടിത്തെറിച്ച് അപ്പോഴത്തേക്ക് ഇച്ചിരി തീ ഭയങ്കരമായിട്ടായി. അപ്പോഴത്തേക്ക് ആറിനകം കംപ്ലീറ്റ് കത്തി. പിന്നെ മൂന്നാമത്തെ ട്രിപ്പ് വണ്ടി പൊട്ടിത്തെറിച്ചപ്പോൾ ആ ലെഫ്റ്റ് സൈഡിലെ ആ ഡോറ് തന്നെ ഓപ്പൺ ആയാൽ ലേഡി അങ്ങോട്ടങ്ങ് വീണേത്. മാക്സിമം അവർക്ക് അപ്പോഴത്തേക്ക് ഒരു 90-95% പുള്ളി മാറിയവര്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെറിയൊരു വായിന്ന് ചെറിയൊരു നൊര മാത്രമേ ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സംസാരിക്കാൻ ഒന്നും പറ്റുന്നില്ല. ഒരു ആദ്യമേ ഒരു വിളിച്ചു പോയി. ഭയങ്കര നിലവിളിയായിരുന്നു വണ്ടിക്കകത്ത്. നിലവിളി ആ മൂന്നാമത്തെ ട്രിപ്പ് പൊട്ടിയപ്പോഴാണ് അങ്ങോട്ടങ്ങ് വീണവര്. അപ്പൊ ഞാനിവന് ഓടിച്ചെന്ന് മാക്സിമം നമ്മൾ സഹായിക്കാനല്ലേ നോക്കുന്നത്, നമ്മൾ രക്ഷിക്കാനാണ് നോക്കുന്നത്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയി. കണ്ടപ്പോ തന്നെ നമുക്ക് ഭയങ്കര മാംസം വിട്ടുമാറിക്കൊണ്ടിരിക്കുവായിരുന്നു. നമ്മളെ പച്ചില വെച്ച് അണയ്ക്കാൻ നോക്കി തീയാണെങ്കിൽ ലാസ്റ്റ് ചാക്ക് എടുത്തോണ്ട് പിടിച്ച് ഞങ്ങൾ വലിച്ചെടുത്ത് മാംസം വിട്ടുമാറുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ ആ സമയത്ത് ആരും ഇല്ലായിരുന്നു. നമ്മുടെ ഇവിടെ ആ പടം ഉണ്ടായിരുന്ന 3-4 ഓട്ടോക്കാരുണ്ടായിരുന്നു. അവർ ഓടി വന്ന്. നിങ്ങൾക്ക് ഇതിങ്ങനെ തീ കൊളുത്തിയിട്ട് ഓടിയതാന്ന് കണ്ടപ്പോ മനസ്സിലായി? പിന്നെ ഞാൻ ലൈവായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കൂല്ലേ. സാധാരണ പൊട്ടത്തില്ലല്ലോ. 2 വണ്ടിയോ മേടിച്ചാൽ ഒരിക്കലും പൊട്ടത്തില്ല. അന്ന് ഞാനൊക്കെ ഡ്രൈവറാ. ഷോർട്ട് സർക്യൂട്ട് ആയാലും വണ്ടിയുടെ ബോണറ്റേ കത്തത്തുള്ളൂ. വണ്ടിക്ക് അകത്ത് തീ കയറത്തില്ല. തീ കയറിയാലും ഇറങ്ങായിട്ടുണ്ട്. പക്ഷെ 3 വട്ടം പൊട്ടിത്തെറിക്കുന്ന വെച്ചാൽ ആ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാലോ. ഒരു സാധനം എടുത്ത് ഇടുമ്പോഴേ വണ്ടി പൊട്ടത്തുള്ളൂ. എന്നുവെച്ചാൽ ഡോർ തുറക്കുമ്പോൾ പുറത്തുനിന്ന് തീ ചാടുക, അകത്തുനിന്ന് തീ വെളിയിലോട്ട് ചാടിക്കൊണ്ടിരിക്കുക. നമുക്ക് അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. 2 പൊട്ടിത്തെറിക്കാത്ത ഒരു സംസാരങ്ങളൊന്നും ഉണ്ടായില്ല. നേരെ വണ്ടിക്കകത്ത് നിലവിളി മാത്രമേ നമ്മൾ കേട്ടോളായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞത്. ഈ വാഹനം കുറുകെ കൊണ്ട് ഇടുന്നു, ഒരു സംസാരങ്ങളും ഇല്ല. സംസാരമൊന്നും നമ്മളില്ല. നേരെ കൊണ്ട് ചിടുന്നു, വണ്ടി കത്തുന്ന നമ്മൾ കാണുന്നു. നേരെ കൊണ്ട് ചിടിച്ച് ഒരു സാധനം ഇട്ടു, വണ്ടി ടപ്പോ പൊട്ടിത്തെറിച്ചു. നേരെ കയറി പൊട്ടിത്തെറിച്ചു. സംസാരം നമ്മളില്ല. പക്ഷെ പയ്യൻ പുറത്തിറങ്ങിട്ട് പറഞ്ഞു, ചേട്ടാ പപ്പനാ കത്തിച്ചത് പയ്യൻ അങ്ങോട്ട് ഓടിയത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വണ്ടിക്കകത്തൊരു ഫാമിലി ആയിരിക്കുള്ള ഇതിനകത്താണ് നമ്മൾ നോക്കുന്നത് രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷെ പിന്നാണ് അറിയുന്നത് ഇവരിൽ നിലവിളിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു, ചേച്ചി ഇറങ്ങെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഇറങ്ങാനും പറ്റില്ല. ഇവര് ആക്സിലേറ്റർ തനിയെ റൈസ് ആയിക്കൊണ്ടിരിക്കുക. വണ്ടി കത്തി നിൽക്കില്ലേ, അതുകൊണ്ട് തന്നെ ആക്സിലേറ്റർ ഇവരുടെ വെപ്രാളം. അപ്പോഴത്തെ വണ്ടി ഒന്നുകൂടി പൊട്ടി. ഒരു 90% പൊള്ളലുണ്ട്. എന്ന് വെച്ചാൽ രക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ലെന്നില്ല. അപ്പോഴത്തേക്കും ഫയർഫോഴ്സും സാർമാരും പോലീസും എല്ലാരും വിളിച്ചറിയിച്ച് അവർ വന്ന് തീയണച്ചു. അപ്പോഴത്തേക്കാണ് മാറിയത്. പിന്നാണ് അറിയുന്നത് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്നുള്ളത്.